പ്രചോദനവും കൊടുത്ത് ഓരോരോ സ്ഥലങ്ങളിൽ കൊണ്ട് എത്തിച്ചു കഴിയുമ്പോൾ അത് മറന്നു പോകുന്ന മക്കളുണ്ട്. എത്ര നന്ദികേടാണ് അല്ലേ? കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് വിഷമം തോന്നിയില്ലേ? ഇനി അവിടെ നിൽക്കട്ടെ. നമ്മളെ കുറിച്ച് കർത്താവിന്റെ പദ്ധതി എന്താണ്? നമ്മൾ ഓരോരുത്തരും വലിയ പ്രവർത്തികൾ ചെയ്യണമെന്നാഗ്രഹിച്ച് കർത്താവ് നമ്മെ പ്രചോദനം തന്ന് നമ്മെ തള്ളി തള്ളി മുൻപിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓർക്കണം പ്രിയപ്പെട്ടവരെ. അവിടുന്ന് നമ്മെ വീരോചിതമായ പ്രവർത്തികൾക്ക് പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അമ്മ ത്രേസ്യ ഇത് പറയാൻ അമ്മ ത്രേസ്യക്ക് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില കാരണങ്ങളുണ്ട്. അമ്മ ത്രേസ്യ എഴുതുകയാണ്, കന്യാസ്ത്രീയാവുക എന്നത്രയും വെറുപ്പുള്ള ഒരു സംഗതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. ഹല്ലേലൂയ. ആരാ എഴുതിയിരിക്കുന്നത്? കന്യാസ്ത്രീ ആവുക എന്നത്രയും വെറുപ്പുള്ള ഒരു സംഗതി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെ കർത്താവ് പ്രചോദനം തന്ന് ലോകത്തിലുള്ള എല്ലാവരും നീ കോൺവെന്റിൽ പോകരുതെന്ന് പറഞ്ഞപ്പോഴും രാത്രി ആരും കാണാതെ ഒളിച്ചോടി കോൺവെന്റിലേക്ക് പോകാൻ പറ്റുന്ന വിധത്തിൽ അവിടെ നിന്ന് എൻ്റെ ഉള്ളിൽ ഒരു തീ കോരിയിട്ടു. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. എന്നിട്ടും തീർന്നില്ല. കർത്താവ് അവളെ പുതിയ മഠം സ്ഥാപിക്കാനായിട്ട് പ്രചോദനം കൊടുത്തു. പറഞ്ഞു, നീ മരുഭൂമിയിലെ പിതാക്കന്മാര് കർമ്മലീത്ത സഭയിലെ ആദ്യ ചൈതന്യത്തിൽ ജീവിച്ചതുപോലെ ജീവിക്കുന്ന ഒരു സഭ നീ രൂപപ്പെടുത്തണം. അങ്ങനെ അവൾക്ക് പ്രചോദനം കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അമ്മ ത്രേസ്യ 67 വർഷമാണ് ഈ ഭൂമിയിൽ ജീവിച്ചത്. 1515 മുതൽ 1582 ഒക്ടോബർ 4 മരിക്കുന്നത് വരെ 67 വയസ്സ്. ഈ 67 വയസ്സിനുള്ളിൽ അമ്മ ത്രേസ്യ 17 മഠങ്ങളും, സ്ത്രീകൾക്ക് വേണ്ടി 17 മഠങ്ങളും പുരുഷന്മാർക്ക് വേണ്ടി 15 ആശ്രമങ്ങളും ഈ അമ്മ ത്രേസ്യയുടെ നേതൃത്വത്തിൽ അമ്മ ത്രേസ്യ പണിതു, ഒരുക്കി. അതിനുവേണ്ടി ആളുകളെ ഒരുമിച്ച് കൂട്ടി. അമ്മ ത്രേസ്യക്ക് ഈ പ്രചോദനം, ഈ വലിയ കാര്യത്തിനുള്ള പ്രചോദനം ആരാണ് കൊടുത്തത്? ദൈവമാണ്, ഈശോയാണ് കൊടുത്തത്. അതുകൊണ്ടാണ്